മലപ്പുറം ചുങ്കത്തറയിലെ കൂറുമാറ്റ വിവാദത്തിന് കാരണം PV അൻവർ എന്ന് എടക്കര CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. നിലമ്പൂരിലെ സമാധാന അന്തരീക്ഷം PV അൻവർ തകർക്കുകയാണ്. അവിശ്വാസ പ്രമേയത്തിൽ UDF-നൊപ്പം നിന്ന CPIM അംഗം നുസൈബയുടെ ഭർത്താവ് സുധീറിന്റെ കട അടിച്ചു തകർത്തതിൽ CPIM-ന് പങ്കില്ല എന്നും T രവീന്ദ്രൻ പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിൽ LDF, UDF അല്ലെങ്കിൽ CPM കോൺഗ്രസോ ലീഗുമായിട്ടൊരു സംഘർഷമില്ലാത്തൊരു പ്രദേശമാണ്. ഈ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് മുൻ MLA-യുടെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗവുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. CPM നേതാക്കന്മാരെ വീട്ടിൽ കയറി തല അടിച്ച് പൊളിക്കും എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഈ നിലമ്പൂർ നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളാണ് PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല അത്തരം കാര്യങ്ങൾ നടത്തിയത് എന്നാണ് അതുമായി വന്നിട്ട് പറയാനുള്ളത്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഈ നുസൈബയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഒക്കെ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെ ഈ സുധീറിന്റെ കട അടിച്ചു തകർത്തു, അതിന് പിന്നിൽ CPM ആണ് എന്ന പരാതിയും വരുന്നതിനിടയിൽ ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? റിജിത്ത്, ഈ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കെ ചുങ്കത്തറയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായി തന്നെ തുടരുകയാണ്. നുസൈബയുടെ ഭർത്താവ് സുധീറിന്റെ ഡിജിറ്റൽ സേവന കട ഇന്നലെ ഒരു 2:30 കൂടി അടിച്ചു തകർത്തു എന്നുള്ളതാണ് പരാതി. അതിനെ ഷട്ടറിട്ട് അതിന്റെ താഴിട്ട് പൂട്ടിയത് CPM-ന്റെ നേതാക്കൾ തന്നെയാണ്. 5 അംഗ നേതാക്കൾ എത്തിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് SP-ക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. അങ്ങനെ സുധീറിന് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. സുധീറിന് ഉപജീവനത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതിൽ കൂടിയാണ് ഇപ്പോൾ എടക്കര CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രന്റെ വിശദീകരണത്തിൽ വരുന്നത്. ഈ കട തുറക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള ഉപരോധവുമില്ല. ഇതിലേതെങ്കിലും പാർട്ടി അംഗത്വമുള്ള ആൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പാർട്ടി അന്വേഷിക്കും എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒപ്പം തന്നെ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട PV അൻവറാണ് ഇവിടെ ബോധപൂർവം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണം കൂടിയാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീഷണി, അതായത് CPM നേതാക്കൾ സുധീറിനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിലും ഇനി കൂടുതലൊന്നും അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇന്നിപ്പോൾ ഏരിയ സെക്രട്ടറി. റിജിത്ത്.